ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2024 ജൂൺ 22 തൊഴിൽ വാർത്തയിൽ വന്ന കറണ്ട് അഫയേഴ്സും അതിൻ്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ പാർട്ട് 2 ആണ്. ഇതിനു മുമ്പുള്ള വീഡിയോയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അതും കൂടി കാണുക. 18ാം ലോക്സഭയിലേക്ക് നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന NDA മുന്നണിക്ക് ഭൂരിപക്ഷം. 293 സീറ്റാണ് NDA സഖ്യം നേടിയത്. നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയായി അധികാരമേറ്റു. കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി, ജോർജ് കുര്യൻ എന്നിവർ കേന്ദ്രമന്ത്രിമാരായി. തൃശൂർ മണ്ഡലത്തിലാണ് NDA സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി ജയിച്ചത്. ജോർജ് കുര്യൻ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ലോക്സഭാ അംഗമോ രാജ്യസഭാ അംഗമോ അല്ല. പ്രതിപക്ഷ കക്ഷികളുടെ കൂട്ടായ്മയായ ഇന്ത്യ മുന്നണി 234 സീറ്റ് നേടി. 240 സീറ്റോടെ BJP ആണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. ഏപ്രിൽ 19 മുതൽ ജൂൺ 7 വരെ 7 ഘട്ടങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ UDF 18 സീറ്റിലും LDF NDA മുന്നണികൾ ഓരോന്ന് വീതം സീറ്റിലും വിജയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന ആന്ധ്രാപ്രദേശിൽ DDP BJP സഖ്യവും ഒഡീഷയിൽ BJPയും ഭൂരിപക്ഷം നേടി. ക്ലോഡിയ ഷെയ്ൻബോം മെക്സിക്കോയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി ചുമതലയേറ്റു. സ്വതന്ത്ര മെക്സിക്കോയുടെ 200 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വനിതാ പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. തൊട്ടടുത്ത എതിരാളിയേക്കാൾ 30% വോട്ട് നേടിയാണ് വിജയം. സർക്കാർ സ്കൂളുകളിൽ 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്ന പദ്ധതിയുമായി മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. പുതുമൈ പെണ്ണ് എന്നാണ് പദ്ധതിയുടെ പേര്. 2.73 ലക്ഷം പെൺകുട്ടികൾക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നത്. സ്കീം നടപ്പിലാക്കിയതോടെ വിദ്യാർത്ഥിനികളുടെ പ്രവേശനത്തിൽ വർധനയുണ്ടായതായാണ് കണക്കുകൾ. സംസ്ഥാനത്തെ സ്കൂൾ ബസ്സുകളിൽ ഓൺലൈൻ ട്രാക്കിംഗ് സംവിധാനവുമായി മോട്ടോർ വാഹന വകുപ്പ്. കുട്ടികളെ സ്കൂളിലേക്ക് അയച്ചു കഴിഞ്ഞാൽ രക്ഷിതാക്കൾക്ക് വിദ്യാവാഹൻ എന്ന ആപ്ലിക്കേഷൻ മുഖാന്തരം കുട്ടികൾ സഞ്ചരിക്കുന്ന ബസ് ട്രാക്ക് ചെയ്യുവാൻ സാധിക്കും. സ്കൂൾ ബസിന്റെ വേഗത, തത്സമയ ലൊക്കേഷൻ എന്നിവ ആപ്ലിക്കേഷനിൽ കാണാൻ സാധിക്കും. ഡ്രൈവറെയോ സഹായിയെയോ നേരിട്ട് വിളിക്കാനും കഴിയും. രാജ്യത്തെ ആദ്യ നഗര പൊതുഗതാഗത റോപ്വേ സംവിധാനം ഉത്തർപ്രദേശിലെ വാരണാസിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം 2022 മാർച്ച് 24 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചിരുന്നു. പ്രവർത്തമാല പരിയോജന എന്ന നാഷണൽ റോപ്വേ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന് കീഴിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 645 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. 3.7 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോപ്വേ സംവിധാനം കാശി വിശ്വനാഥ ക്ഷേത്രം, ദശാശ്വമേധഘട്ട് മുതലായ 5 പ്രധാന കേന്ദ്രങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. രാജ്യത്താദ്യമായി രോഗവ്യാപന ശേഷിയില്ലാത്ത നിപ്പ വൈറസ് കണങ്ങളെ കേരളത്തിലെ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചു. നിപ്പ വൈറസിനെതിരെയായ മോണോക്ലോണൽ ആന്റിബോഡി നിർമ്മാണത്തിലേക്കുള്ള നിർണായക വഴിത്തിരിവാണ് പുതിയ കണ്ടെത്തൽ. തിരുവനന്തപുരം തോന്നയ്ക്കലിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിയിലെ ശാസ്ത്രജ്ഞരാണ് നേട്ടത്തിന് പിന്നിൽ. രോഗവ്യാപന ശേഷിയില്ലാത്തതിനാൽ ബയോസേഫ്റ്റി ലെവൽ 2 ഉള്ള ലാബുകളിലും നിപ്പ വൈറസ് സംബന്ധിച്ച പഠനങ്ങൾ നടത്താൻ സാധിക്കും. അരുണാചൽ പ്രദേശിലെ സിയാങ് താഴ്വരയിൽ കിഴക്കൻ ഹിമാലയത്തിന്റെ ഭാഗമായ പ്രദേശത്ത് നീല ഉറുമ്പ് വംശത്തെ കണ്ടെത്തി.
യുഎസിലെ ഫ്ലോറിഡ സർവകലാശാലയിലെ ഗവേഷകരും ബംഗളൂരുവിലെ അശോക ട്രസ്റ്റ് ഫോർ റിസർച്ച് ഇൻ ഇക്കോളജി ആൻഡ് എൻവയറമെന്റലും സംയുക്തമായാണ് ഗവേഷണം നടത്തിയത്. പരപരാട്രെക്കന ജനുസിൽപ്പെട്ട പുതിയ ഇനമാണ് നീല ഉറുമ്പുകൾ. ഇന്ത്യയിൽ ആദ്യമായി നായയ്ക്ക് വിജയകരമായി സുഷിര ശസ്ത്രക്രിയ നടത്തി. ന്യൂഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ജൂലിയറ്റ് എന്ന നായയിലാണ് ശസ്ത്രക്രിയ നടത്തിയത്. ഹൃദയത്തിലെ വാൾവ് തകരാറിനായിരുന്നു ശസ്ത്രക്രിയ. ബീഗിൾ ഇനത്തിൽപ്പെട്ട നായയാണിത്. ഓപ്പൺ ഹാർട്ട് സർജറിക്ക് പകരം ട്രാൻസ് കത്തീഡ്രൽ എഡ്ജ് ടു എഡ്ജ് റിപ്പയർ എന്ന രീതിയിലുള്ള ശസ്ത്രക്രിയയാണ് നായയിൽ നടത്തിയത്. പക്ഷിപ്പനി ബാധിച്ചുള്ള മനുഷ്യമരണം ആദ്യമായി സ്ഥിരീകരിച്ചു. മെക്സിക്കോയിൽ പക്ഷിപ്പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന 59 വയസ്സുള്ള വ്യക്തിയാണ് മരിച്ചത്. H5N2 വൈറസാണ് പക്ഷിപ്പനിക്ക് കാരണമാവുന്നത്. വൈറസ് ബാധയുടെ ഉറവിടം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇതാദ്യമായാണ് പക്ഷിപ്പനി ബാധിച്ച് മനുഷ്യമരണം ലോകാരോഗ്യ സംഘടന സ്ഥിരീകരിക്കുന്നത്. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗം പകരാനുള്ള സാധ്യത കുറവാണ്. മുതിർന്ന മാധ്യമപ്രവർത്തകൻ BRP ഭാസ്കർ അന്തരിച്ചു. നിരവധി പത്രസ്ഥാപനങ്ങളിലും ടെലിവിഷൻ രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ചു. 2014 കേരള സർക്കാരിന്റെ സ്വദേശാഭിമാനി കേസരി മാധ്യമ പുരസ്കാരങ്ങൾ ലഭിച്ചു. ന്യൂസ് റൂം ഒരു മാധ്യമപ്രവർത്തകന്റെ അനുഭവക്കുറിപ്പുകൾ എന്ന കൃതിക്ക് 2023 മികച്ച ആത്മകഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ചലച്ചിത്ര സാംസ്കാരിക പ്രവർത്തകനും മാധ്യമപ്രവർത്തകനുമായ ചെലവൂർ വേണു അന്തരിച്ചു. ക്ലാസിക് ചിത്രങ്ങൾ മലയാളിക്ക് പരിചയപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു. സ്റ്റേഡിയം, സൈക്കോ തുടങ്ങിയ മാസികകൾ നടത്തിയിരുന്നു. 2025 മെയ് 31 വരെ കേന്ദ്ര സർക്കാർ കാലാവധി നീട്ടി നൽകിയ DRDO ചെയർമാന്റെ പേര്. ഉത്തരം ഡോക്ടർ സമീർ കാമത്ത്. 2023-2024 സീസൺ FA കപ്പ് ജേതാക്കൾ. ഉത്തരം മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. മെയ് മാസത്തിൽ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ആൽഗ. ഉത്തരം ഓയിഡോക്ലാഡിയം സഹ്യാദ്രികം. ലിത്വാനിയയുടെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത്. ഉത്തരം ഗീതാനാസ് നൗസേദ. 2024 യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കിരീടം നേടിയ ടീം. ഉത്തരം റയൽ മാഡ്രിഡ്. ഐസ്ലൻഡിന്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായത്. ഉത്തരം ഹല്ല തോമസ് ദോത്തിർ. അടുത്തിടെ UN-ൽ നിന്നും വിരമിച്ച ഇന്ത്യൻ പ്രതിനിധി. ഉത്തരം രുചിര കംബോജ്. 2024 20ാമത് P. കേശവദേവ് സാഹിത്യ പുരസ്കാരം നേടിയത്. ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ. ഇതോടെ 2024 ജൂൺ 22 തൊഴിൽ വാർത്തയിൽ വന്ന എല്ലാ കറണ്ട് അഫയേഴ്സും ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.